ഇറാൻ അധിനിവേശത്തിൽ ഇപ്പോൾ എങ്ങും എത്താതെ അവസാനം ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ പല കരാറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇറാൻ ആദ്യം 14 നിർദ്ദേശങ്ങൾ നൽകി, അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഇപ്പോൾ 4 നിർദ്ദേശങ്ങളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം രാവിലെ സമാധാന കരാർ ഇപ്പോൾ ഒപ്പിടും എന്നുള്ള സ്റ്റാൻഡ് ആണ് ട്രംപ് സ്വീകരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഇല്ല, യുദ്ധം ചെയ്ത് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന നിലപാട്. അപ്പോൾ ഒരു ദിവസം തന്നെ പല പല നിലപാടുകളിലാണ് ട്രംപ് പോകുന്നത്. അത് ഇങ്ങനെ സമാധാനത്തിലുള്ള ഒരു കരാർ പറയുമ്പോഴേക്ക് നെതന്യാഹുവിൻ്റെ ഫോൺ വരും, ഉടനെ മാറ്റി യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലേറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അബ്രഹാം കരാറിൽ ഒപ്പിടണം എന്നുള്ളതാണ്. ഈ അബ്രഹാം കരാറാണ് ഇപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്നൊരു കാര്യം. എന്താണ് ഈ അബ്രഹാം കരാർ? ആരാണ് അബ്രഹാം? അബ്രഹാം നമുക്കെല്ലാവർക്കും അറിയാം, സെമറ്റിക് മതങ്ങളുടെ എല്ലാം പൂർവ്വപിതാവായിട്ടുള്ള പഴയ നിയമത്തിൽ പറയുന്ന അബ്രഹാമാണ്. ഇപ്പോൾ ജൂതന്മാരുടെ ആണെങ്കിലും മുസ്ലിം ജനതയുടെ ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികളുടെയും പൂർവ്വപിതാവായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നു. ആ രീതിയിൽ ജൂത, ക്രിസ്തീയ, ഇസ്ലാം വിഭാഗങ്ങൾക്കിടയിൽ യോജിപ്പ് ഉണ്ടാക്കിയ ഒരു കരാറാണ് 2020 ഈ അബ്രഹാം കരാർ. അതിന് കക്ഷികളായി നിന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കരാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UAE, ബഹ്റൈൻ, പിന്നെ ഒരു രാജ്യം ഉണ്ടായിരുന്നത് മൊറോക്കോ ആണ്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇസ്രായേലുമായിട്ട് സഹവർത്തിത്വത്തിൽ പോകാമെന്നൊരു കരാറാണ് ഈ അബ്രഹാം കരാർ എന്ന് പറയുന്ന സംഭവം. അതിൽ പരസ്പരമുള്ള എംബസി സംവിധാനങ്ങൾ, അതുപോലെ പരസ്പരമുള്ള ട്രാവലെല്ലാം അനുവദിക്കാമെന്നാണ് ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കരാറിൽ സൗദി അറേബ്യയോ അതുപോലുള്ള മറ്റു രാജ്യങ്ങളോ ഒന്നും ഈ കരാറിൽ ചേരാൻ അന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നീട് അതിനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഈ അബ്രഹാം കരാറിലേക്ക് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ വരണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഡിമാൻഡ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കരാറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് സമാധാന കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു കരാറ് സാധ്യമാണ്. ഇപ്പോൾ എല്ലാവരും സമാധാനത്തിൽ പോവുകയാണ്. ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള യുദ്ധം നടന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണെന്ന് ഈ കാര്യം പറഞ്ഞതെങ്കിൽ അതിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇറാൻ ഒരേ സമയം തന്നെ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് UAE-യുമായിട്ടും സൗദി അറേബ്യയായിട്ടും എല്ലാം തന്നെ യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടം വരികയും ചെയ്തു. ഈ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാനെതിരെയുള്ള ആക്രമണം ഉണ്ടായി. ഇങ്ങനെയൊരു ആക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളായി കഴിയണം, അതിനൊരു കരാർ ഒപ്പിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധ്യമാവുന്ന കാര്യമല്ല. ഇപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഒരു തരത്തിലും നടക്കാൻ സാധ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ യുദ്ധം ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ഒരു വഴിക്ക് മുന്നേറുന്ന സമയത്ത് ഇറാനാകട്ടെ ഹോർമ്യൂസിൽ ഒരു അതോറിറ്റി സ്ഥാപിച്ചിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഇത് കടന്നു പോകുന്നതിന് ചുങ്കം തരണ്ട, ചുങ്കമല്ല, അതിന് യൂസർ ഫീ തരണം, സർവീസ് ചാർജ് തരണം. അതെന്തിനാണ് സർവീസ് ചാർജ്? കടലെടുക്കുക, അവരുടെ മുന്നിലൂടെ പോകുന്ന കടലാണ്. ഈ പറയുന്ന ധാരാളം എണ്ണക്കപ്പലുകളൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അതിനൊക്കെ ധാരാളം പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇതിനെല്ലാമുള്ള കപ്പൽ ചാലുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതിലെ ഗതാഗതം നിയന്ത്രിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇറാനാണ്. ഒരു സൈഡിൽ ഒമാനുമുണ്ട്. ഈ 2 രാജ്യങ്ങൾക്ക് ഇതിനുള്ള സർവീസ് ഫീ വേണം എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ ആവശ്യം. വെറുതെ ഒന്നും ഇല്ലാതെ ഒരു 2 മാസം മുമ്പ് വരെ ഒരു പ്രശ്നമില്ലാതെ കിടന്നിരുന്നു. ആർക്ക് വേണമെങ്കിലും അതിലേ പോവാം, വേണമെങ്കിൽ തോണിയിൽ പോവാം, അല്ലെങ്കിൽ കപ്പലിൽ പോവാം, നീന്തി പോവാം. അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതിരുന്നിടത്തു നിന്ന് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് എത്തിച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ നടത്തിയ അധിനിവേശമാണ്. ആണവായുധ ചർച്ചയിലും വലിയ പുരോഗതി ഉണ്ടായിരുന്നതാണ്. ആണവായുധ ചർച്ചയുടെ 3ാം ഘട്ടം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അതിപ്പോൾ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ചർച്ച നടക്കരുത്, ഒരു കരാറിലെത്തരുത്. ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇറാനിലെ ആണവ ശേഖരവും അതുപോലെ തന്നെ അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം. ട്രംപ് യാതൊരു മടിയുമില്ലാതെ പറഞ്ഞ് അത് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പദ്ധതി അവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള
വളരെ ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് വലിയ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞതയോ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ കാര്യങ്ങളുള്ള വലിയ വൈദഗ്ധ്യമോ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നടക്കാതിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞു ഇത് ഒരു രാജ്യത്തേക്ക് മാറ്റുന്ന പരിപാടിയില്ല, ഈ യുറേനിയം മാറ്റുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ധാരാളം ആണവ റിയാക്ടർ ഉണ്ടാക്കുകയും ചെയ്യും. കാരണം അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ജലവൈദ്യുത പദ്ധതികളോ ഒന്നുമില്ലാത്ത രാജ്യമാണ്. അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പിന്നെയും സോളാറിനെയാണ് ആശ്രയിക്കാൻ പറ്റുന്നത്. സോളാറിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ കാലത്തും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എനർജിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഈ ആണവ നിലയങ്ങളാണ്. അത് തന്നെയാണ് അമേരിക്കയിലും, അത് തന്നെയാണ് റഷ്യയിലും, അത് തന്നെയാണ് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും. അപ്പോൾ അതിന് പോലും പദ്ധതി അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ തീരുമാനത്തെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ സമ്പുഷ്ടമായ യുറേനിയം അമേരിക്ക നൽകണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് നിയമബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്? മറ്റൊരാളുടെ കൈവശമുള്ള അവർ വികസിപ്പിച്ചൊരു വസ്തു എടുത്ത് കൊണ്ടുപോകാം, നിങ്ങളെ പെട്ടി കിടക്കുന്ന എല്ലാ സ്വർണവും ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത് അത് കൊള്ളക്കാരൻ്റെ ന്യായമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ കടന്നു കയറിയിട്ട് കത്തി കാണിച്ചോ തോക്ക് കാണിച്ചോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിലുള്ള പണവും ആഭരണങ്ങളും എടുത്തു കൊണ്ടുപോകുന്നതിന് തുല്യമായ നടപടി തന്നെയാണ് ഈ പറഞ്ഞ യുദ്ധഭീഷണിയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ സമ്പുഷ്ടീകരിച്ച് യുറേനിയം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത്. അതും അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരമല്ല, ഏതൊരു നാട്ടിലെയും ക്രിമിനൽ നിയമങ്ങൾ പ്രകാരവും കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ എന്താണ് രക്ഷാമാർഗം എന്നുള്ളത് ഇപ്പോൾ ട്രംപിനും വലിയ പിടിയില്ല. നെതന്യാഹു ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സമാധാന കരാറിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പറ്റില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടുകളിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ വരും ദിവസങ്ങളിൽ വലിയൊരു തകർച്ച, പണ്ട് വാൾ സ്ട്രീറ്റ് തകർന്നതൊക്കെ പോലെ തകരുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകം മുഴുവൻ രൂപപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത ഒട്ടും കുറവല്ല. അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാൻ പോകുന്ന ആർക്കാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. കാരണം ഈ വേൾഡ് ട്രേഡിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്നത് അമേരിക്കയാണ്. ട്രേഡ് തകർന്നാൽ ഏറ്റവും കൂടുതൽ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇപ്പോൾ ട്രംപ് അബ്രഹാം കരാർ എന്നൊരു നിലപാടുമായിട്ട് വന്നിരിക്കുന്നത്. അതൊരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. നമ്മളെങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ അവസ്ഥ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ലോക്ക്ഡൗണിലേക്കാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്.